അസ്സലാമു അലൈക്കും. ഇന്ന് തലശ്ശേരിയുടെ സ്വന്തം ചോറായ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിനാവശ്യമില്ല. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ കുറച്ച് ഓയിലേ കൊടുത്തിട്ടുള്ളൂ. ഈ ഇറച്ചിയിൽ ഓയിലുള്ളത് കൊണ്ട് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചിക്കറിയിലുള്ള അത്ര ഒന്നും നമുക്ക് ഈ ചോറിലേക്കുള്ള മസാല ആവശ്യമില്ല. ഇപ്പോൾ നമുക്കുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെറിയൊരു ഫാമിലിയാണ്, അതുകൊണ്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തത്. പിന്നെ ഇതിൽ കൂടുതൽ എണ്ണൊന്നും ഓയിലും നമുക്ക് ആവശ്യമില്ല. ഇറച്ചിക്കറിയിൽ നല്ല നെയ്യ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇറച്ചി വേകുമ്പോഴത്തേന് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ 2 സ്പൂൺ തന്നെയാണ് ഞാൻ ഓയിലും എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറവിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി അപ്പുറം തന്നെ വെക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഞാൻ ഇതിൽ 1.5 പാത്രം വെള്ളമാണ് ചൂടാക്കാൻ വേണ്ടി വെച്ചത്. നമുക്ക് 1/2 പാത്രം വെള്ളം നമ്മൾ ഇറച്ചി തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആണ് അങ്ങനെ എടുത്തത്. ഇപ്പോൾ വെള്ളം തിളക്കുന്ന ഭാഗമാണ് റൈസ് വറുക്കുന്നത്. ഇപ്പോൾ നമ്മൾ റൈസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇറച്ചിക്കറി എങ്ങനെ പാകമായോ എന്ന് നോക്കാം. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 പാത്രം തന്നെ ഉണ്ടാവും ഇറച്ചിക്കറി. അപ്പോൾ കറക്റ്റാണ്. നമ്മൾ 1.5 പാത്രം വെള്ളമല്ല എടുത്തിട്ടുള്ളത്. ആ ചൂടായ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 പട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വന്ന ഇറച്ചി കൂടെ അതിലേക്ക് ആഡാക്കി കൊടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പം റൈസ് നന്നായിട്ട് വേവില്ല. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും 1 സ്പൂണ് തൈര് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിക്കേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വേണം കേട്ടോ വേവിക്കാൻ.
മുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ മുളകൊക്കെ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഞാനിവിടെ എരിവ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇറച്ചിച്ചോറ് പാകമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെയും ചൂടാക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക.